ഒരു വശത്ത് ഗ്യാസിന്റെ പ്രതിസന്ധിയാണ് നിൽക്കുന്നതെങ്കിൽ മറുവശത്ത് ഇതാ കുടിവെള്ള പ്രതിസന്ധിയാണ് രൂക്ഷമായി തുടരുന്നത്. കഴിഞ്ഞ ദിവസമാണ് അമ്പലമുക്കിലെ ഈ പൈപ്പ് പൊട്ടുന്നതും ഒപ്പം തന്നെ 3 ദിവസത്തേക്ക് ഈ പല 25ഓളം വാർഡുകളിൽ വെള്ളം ഉണ്ടാകില്ല എന്നൊരു അറിയിപ്പ് വാട്ടർ അതോറിറ്റി നൽകുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും പുലേനാർകോട്ട ജംഗ്ഷൻ ഭാഗത്താണുള്ളത്. ഇതാ ഓരോ വീടുകളിൽ നിന്നും ഇങ്ങനെ ബക്കറ്റൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഈ കോർപ്പറേഷന്റെ കുടിവെള്ളം എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇങ്ങനെ എല്ലാ ബക്കറ്റുകളും നിരത്തി വെച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും നിരവധി ആളുകൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് ഒരു ദിവസമല്ല, ഇനി ഒരു 3 ദിവസം ഇതേ രീതിയിൽ തുടരുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. പ്രതിസന്ധി ഇങ്ങനെ ഓരോന്നായി. ഇപ്പൊ ഗ്യാസിന്റെ ഒരു വശത്താണെങ്കിൽ ഇപ്പോൾ ഇതാ ജലപ്രതിസന്ധിയാണ് മറ്റൊരു സ്ഥലത്തില്ലേ? അതെ, തീർച്ചയായിട്ടും. ഇവിടെ 3 ദിവസമല്ല, 3 ദിവസം 4 ദിവസം കഴിഞ്ഞു. ഇനിയും 3 ദിവസം കാണില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആളുകൾ വലിയ ബുദ്ധിമുട്ടിലാവും. പ്രധാനമായി ഈ ഇടവഴികളുണ്ട്, ഒരു ലോറി പോലും പോകാത്ത ഇടവഴികളുണ്ട്. അവിടെ വെള്ളം കൊടുക്കുക ദുഷ്കരമാണ്. ഒരു കാരണവശാലും അവർക്ക് വെള്ളം കൊടുക്കാൻ കഴിയില്ല. ഈ മെയിൻ റോഡിൽ ഇത്രയും വീതിയുള്ള റോഡുകളിലാണ് ഈ ടാങ്കറിലെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും കൊടുക്കാൻ കഴിയും. പക്ഷേ ഈ ഇടറോഡിലുള്ളവരുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. ഇതിന് ബന്ധപ്പെട്ട അധികാരികളുടെ അനാസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ തട്ടിനകം എന്ന് പറയുന്ന സ്ഥലത്ത് എന്നും പൊട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അമ്പലമുക്കിലും ദുർബലമായ സ്ഥലങ്ങളാണ്. എന്നാൽ അവർ ക്രിയാത്മകമായ, അതായത് ഇനി ഒരിക്കലും പൊട്ടാത്ത തരത്തിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് നന്നായി ചെയ്തു എങ്കിൽ ഇത് പൊട്ടില്ലായിരുന്നു. ഇന്ന് നമ്മൾ ചൊവ്വയിൽ പോലും വെള്ളം കണ്ടെത്തി ചൊവ്വയിൽ പോലും താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പൈപ്പ് പൊട്ടിയത് ശരിയാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തീർച്ചയായും നാണക്കേട് തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഏറെ കാലമായി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതാണ് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പൊ നമുക്ക് ചേച്ചിമാരെയൊക്കെ കണ്ടാൽ അറിയാം. എനിക്ക് തോന്നുന്നു അടുക്കളയിലെ പണിയിലൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ചേച്ചി വലിയ പ്രശ്നത്തിലാണല്ലേ? പ്രശ്നത്തിൽ തന്നെ എന്നുവെച്ചാൽ കൂടെ പൈപ്പ് പൊട്ടും. ഞങ്ങൾ വെള്ളമെല്ലാം ഈ മുട്ട് ഓപ്പറേഷൻ ചെയ്തവർക്ക് വന്ന് റോഡിൽ ഒന്നും എടുക്കാൻ പറ്റൂല. അങ്ങനെ വലിയ ബുദ്ധിമുട്ട് തന്നെ നമ്മൾ കഴിയുന്നത്. കൂടെ പത്രത്തിൽ കിടക്കും പൈപ്പ് പൊട്ടുന്നു. പത്രത്തിൽ ഇല്ലെങ്കിലും കൂടെ വെള്ളം കാണൂല. അങ്ങനെ വീട്ടിലെ എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് പുറത്തേക്ക് വെക്കേണ്ട ഒരു സ്ഥിതിയായി കോർപ്പറേഷന്റെ വെള്ളത്തിന്. ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും വയ്യാത്ത ആൾക്കാരാണ്. ഞങ്ങൾ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിന് അവരെ കൊണ്ട് വെക്കാൻ പറ്റില്ല. കാല് വയ്യാത്തവർ, അച്ഛന് ഹാർട്ട് സർജറി കഴിഞ്ഞ ആളൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഇവിടുന്ന് ചുമന്ന് മേളിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഞങ്ങൾക്കും വീട്ടിലെ കുട്ടികളുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിലും എല്ലാം പ്രാഥമിക കർമ്മങ്ങളെങ്കിലും നിർവഹിക്കാനുള്ള സാധനങ്ങൾ വേണ്ടേ? എന്ന് നോക്കിയാലും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ വേണ്ടേ? അത് എന്തായാലും ഒരു കറക്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ കിട്ടിയേ പറ്റുള്ളൂ. എത്ര നാളായി ഇതിനു വേണ്ടി ഇങ്ങനെ നടക്കുന്നു? എപ്പോഴും ഇത് തന്നെ. പക്ഷെ എവിടെയൊക്കെ തുറന്നു വിട്ടാലും ഇത് കഴിഞ്ഞിട്ട് റിപ്പയർ കഴിഞ്ഞിട്ട് തുറന്നു വിട്ട് കഴിഞ്ഞ് വീണ്ടും ഒരു 2-3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ. ഈ ഏരിയയിൽ എന്തുകൊണ്ട് അതങ്ങനെ കിട്ടുന്നില്ല? അതെന്തോ ആരും ഒന്നും അന്വേഷിക്കാത്ത? ഇന്നും ഇന്നലെയും തുടങ്ങിയതെന്നല്ല, പല പ്രാവശ്യവും ഞങ്ങൾ റോഡ് ഉപരോധിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ വരും, ഇപ്പൊ ശരിയാക്കാം പിന്നെ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ മനുഷ്യരും ആരും ശരിയാക്കാം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് കുറച്ച് വെള്ളം തുറന്നു വിടും. അതെവിടെ നിന്ന് വരുന്നപ്പോ? അപ്പൊ ഞങ്ങൾക്ക് കിട്ടും, പിന്നെ വീണ്ടും ഇല്ല. അല്ലെങ്കിൽ ദിവസങ്ങളിൽ എത്ര ദിവസം കിട്ടുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ വെള്ളം തുറന്നു വിട്ടാൽ ഈ പൊട്ടുന്നത് മാത്രമല്ല, ഞങ്ങൾക്ക് ആകെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വെള്ളം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓഫ് ചെയ്യാറുണ്ട്. അതെന്തിനാണ് അങ്ങനെ ഓഫ് ചെയ്യുന്നത്? ഇപ്പം രാവിലെ തൊട്ട് ഓഫാണ്. കഴിഞ്ഞ മാസം വരെ, കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസം വരെ ഇതിന്റെ ആഫ്റ്റർനൂൺ മാത്രമേ ഓഫ് ചെയ്യുള്ളായിരുന്നു. ഇപ്പൊ രാവിലെ തൊട്ടേ ഓഫ്, വെള്ളമില്ല. പിന്നെ തോന്നുന്ന ദിവസങ്ങളിലെല്ലാം വെള്ളമില്ല. ഈ 2 ദിവസങ്ങൾ മാറിയിട്ട് ഇപ്പൊ ചില ദിവസങ്ങളിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ വെള്ളം ഇല്ലാതെ വരുന്നുണ്ട്. അപ്പൊ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വീണ്ടും ഓഫ്. അപ്പൊ നമുക്കിപ്പോ വെള്ളം ഇല്ലാത്ത ദിവസങ്ങളേ ഉള്ളൂ. അത് ഈ പൊട്ടുന്നതല്ല. അപ്പൊ അതിന് വേറെ എന്താ സൊല്യൂഷൻ? അത് ഈ പൊട്ടുന്നതോ പത്രങ്ങളിൽ വരുന്നതോ ദിവസങ്ങളല്ല. അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെയാ കുട്ടികളെ നോക്കുന്നതും? അപ്പൊ ഈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലാണ് ഈ പൊട്ടിയെന്നും പറയുന്നത്. അപ്പൊ ഞങ്ങൾക്കിപ്പോ കറക്റ്റായിട്ട് വെള്ളം ഉണ്ടോ? ഒരു മാസത്തിൽ എത്ര ദിവസം ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നുണ്ട്? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ നിലവിൽ പൈപ്പ് പൊട്ടിയതിന്റെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ വെള്ളത്തിന്റെ ദൗർലഭ്യം അത് വലിയ രീതിയിൽ ഇവരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ കോർപ്പറേഷന്റെ വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ റോഡിലേക്ക് കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. കുട്ടികൾ മുതൽ പ്രായമായവരടക്കമുള്ള വീടുകളാണ്. വലിയ ബുദ്ധിമുട്ടാണ് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഇത് ഫ്ളാറ്റുകളിൽ ഈ മൺവളയിൽ ഇങ്ങോട്ടുന്ന ഇഷ്ടംപോലെ ഫ്ളാറ്റുകളുണ്ട്. ഈ ഫ്ളാറ്റുകൾക്ക് വെള്ളം കൊടുക്കുന്നതാണ് ഇങ്ങോട്ടുള്ള വാൽവ് അടയ്ക്കുന്നത്. ഇത് ഗവൺമെന്റിന്റെയും മന്ത്രിയുടെയും ഇവിടുത്തെ എംഎൽഎയുടെയും കളിയാണത്. അത് നിർത്താൻ പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞു 2 പ്രാവശ്യം വാട്ടർ അതോറിറ്റി പോയി നമ്മൾ പരാതിപ്പെട്ടതാണ്. ഇത്രയും ഫ്ളാറ്റുകൾക്ക് വെള്ളം കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെ വാൽവ് അടച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇന്നലെ 12 മണിക്ക് വാൽവ് തുറന്ന് ഇവിടെ എല്ലായിടത്തും വെള്ളം വന്നതാണ്. പക്ഷേ ഈ പ്രദേശത്ത് മാത്രം വെള്ളം വന്നില്ല. വൈകുന്നേരം വീണ്ടും ഇത് എന്നും ഉള്ളതാണ്. ഈ പ്രദേശത്ത്
എല്ലായിടവും വെള്ളം കിട്ടിയാൽ ഇവിടെ വെള്ളം വരില്ല. ഇപ്പോൾ അവിടെ ശരിയായി, ഇപ്പോൾ ഈ അമ്പലമുക്കിൽ ശരിയായി. ബാക്കി എല്ലാ പ്രദേശത്തും വെള്ളം കിട്ടിയാൽ 2 ദിവസം കഴിഞ്ഞ് ഇവിടെ വെള്ളം വരും. ആ വെള്ളം എങ്ങോട്ട് പോകണം? ബാക്കി എല്ലായിടം കിട്ടി. ഇപ്പോൾ പോങ്ങമൂട് കിട്ടും, ഉള്ളൂർ കിട്ടും, ബാക്കി പ്രദേശങ്ങളിൽ. പക്ഷേ ഇത്രയും ഏരിയയിൽ നമുക്ക് വെള്ളമില്ല. ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കണമെന്ന് ഇവിടെ എങ്ങും കിണറില്ല. ഏറ്റവും വലിയ പ്രോബ്ലം ഇവിടെ ഒരു കിണറില്ല. 1-2 കിണറാണ് ഈ 1 ലക്ഷം വീടിൻ്റെ ഇടയിൽ ഇരിക്കുന്നത്. കിണറുണ്ടെങ്കിൽ നമുക്ക് ആരെയും കിണറ്റിൽ പോയി വെള്ളം കോരാം. എല്ലാവരും കിണർ സ്ഥലക്കുറവ് പരിമിതി കൊണ്ട് കിണറെല്ലാം നികത്തിയാണ് വീട് വെച്ചിരിക്കുന്നത്. പഴയ കാലത്ത് കിണറുണ്ടായിരുന്നു, ഇപ്പോൾ കിണറില്ല. അപ്പോൾ ഇതിൻ്റെ ആകപ്പാട് ആശ്രയം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ പൈപ്പ് ലൈനിലുള്ള വെള്ളം മാത്രം, അല്ലാതെ വേറെ ഒരു ആശ്രയവും ഇല്ല. പിന്നെ ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. അത് MLA വിചാരിക്കണം. അദ്ദേഹം കൂടെ വിചാരിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ. അല്ല ഇവിടുത്തെ കൗൺസിലർ നമ്മൾ വിളിക്കുന്ന ആരെയാണ്? കൗൺസിലറെ വിളിക്കും. കൗൺസിലറെ കൊണ്ട് അവർ പറയാം ശരി ഇദ്ദേഹം പഴയ കൗൺസിലാണ്, അവർ പറയാം ഞങ്ങളിപ്പോൾ ടാങ്കിൽ വെള്ളം കൊണ്ടുതരാം. ഇതിന് സർക്കാർ ഇടപെട്ടേ ഈ പണി നടക്കുകയുള്ളൂ. ജല അതോറിറ്റി സർക്കാരും വിചാരിച്ച് നടക്കുകയുള്ളൂ. നമ്മൾ ഇവിടെ ഓരോരുത്തരുണ്ട്. അപ്പോൾ അവർ പറയും ഞങ്ങൾ ഇപ്പോൾ ശരിയാക്കി തരും. ആ സ്പോട്ടിൽ അന്ന് വന്ന് ഇടും, വീണ്ടും കട്ട് ചെയ്യും. ഇതിപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കണക്ക് മാക്സിമം വെള്ളം കൊടുക്കണം വെച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞത് ഇങ്ങനെ എനിക്കും പറയാം. ഈ വെള്ളം കംപ്ലീറ്റ് ഫ്ലാറ്റ് എവിടെ തിരിച്ചുവിടുകയാണ്. അതാണ് നമുക്ക് ഇവിടുത്തെ മെയിൻ പ്രശ്നം. നമുക്ക് ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. അതിന് ഇവിടുത്തെ MLA അടിയന്തരമായിട്ട് ഇടപെട്ടേ പറ്റൂ. അദ്ദേഹം ചുമ്മാ നിന്നിട്ട് 10 വർഷത്തെ കണ്ടിന്യൂ MLA ആണ്. അദ്ദേഹം 5 വർഷം മന്ത്രിയായിരുന്നു. അത് നമുക്ക് അദ്ദേഹത്തിന്റെ വേറെ ഒന്നും വേണ്ട. അദ്ദേഹം നമുക്ക് വെള്ളം തന്നാൽ മതി. അദ്ദേഹത്തിന്റെ പേരെടുത്ത് തന്നെയാണ് പറയണത്. അദ്ദേഹം തന്നെയാണ് ചെയ്യേണ്ടത്. അദ്ദേഹം നമുക്ക് ചെയ്ത് തന്നിട്ടില്ല. അദ്ദേഹം എന്തുകൊണ്ട് ഇടപെട്ടില്ല? അദ്ദേഹം ഇന്നുവരെ ഞങ്ങൾക്ക് വെള്ളമാണോ നോക്കിയിട്ടില്ല. അദ്ദേഹത്തിന് വോട്ട് മാത്രം മതിയാ. 2 പ്രാവശ്യം ജയിപ്പിച്ച് വിട്ടതല്ലേ. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ അദ്ദേഹം നമുക്ക് ഒരു വെള്ളം തന്നെ അദ്ദേഹം ഇടപെട്ട് തന്നില്ല. നമുക്ക് അത്രയും പ്രയാസങ്ങളാണ് പറയുന്നത്. അത് പാടില്ല. അദ്ദേഹം അറിയണം ഇത്. അദ്ദേഹം അവിടെ കാറിൽ ഇറങ്ങിയിട്ട് പോയിട്ട് ഇവിടെയെങ്കിലും മരണ വീട്ടിൽ നിന്നിട്ട് പോയി ആ കാര്യം നടക്കില്ല. അവരാണ് ചെയ്യേണ്ടത്. അല്ലാതെ കൗൺസിലർ നമുക്ക് പറയാൻ പറ്റില്ല. കൗൺസിലർ ഞങ്ങൾ ആകപ്പാടെ ചെയ്യണമെന്ന് വെച്ചാൽ കൗൺസിലറിന്റെ പറയും അത് അവർ വന്നിട്ട് ഇപ്പോൾ ഏത് കൗൺസിലർ ഒരു ടാങ്കിൽ വെള്ളം കൊണ്ടുതരാനേ കോർപ്പറേഷന് പറ്റും. ഇത് സർക്കാർ വിചാരിച്ചാൽ ഇതിന് ശാശ്വത പരിഹാരം കാണാൻ പറ്റുള്ളൂ. അത് നമുക്ക് ചെയ്തു തരണം. ഞങ്ങൾക്ക് ഇത്തെ മെയിൻ പ്രശ്നം വീണ്ടും റിപ്പീറ്റ് ചെയ്യണത് ഇവിടെ ആർക്കും കിണറില്ല. ഇപ്പോൾ ഈ എല്ലാ വീടുകളിലും കിണറില്ലാത്തൊരു പ്രശ്നമുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ കോർപ്പറേഷന്റെ വെള്ളത്തിന് വേണ്ടിയാണ് ഈ ബക്കറ്റുകൾ വെച്ചിട്ടുള്ളത്. അത് തന്നെ ഈ ഇടവഴികളിലേക്ക് അകത്തേക്ക് ഈ ടാങ്കറുകൾ കയറാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടവഴിയിലൊക്കെ ഉള്ളവർക്ക് വെള്ളം ലഭിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ കുടിവെള്ളമൊക്കെ ഇപ്പോൾ ഒരു 1-2 നേരത്തേക്ക് കുടിവെള്ളം നമുക്ക് പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിക്കാം. പക്ഷെ എന്നാൽ പോലും ഈ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള വെള്ളമെങ്കിലും കിട്ടേണ്ടതുണ്ട് അല്ലേ? മേഡം, ഇത് നമ്മളിത് അനുഭവിക്കണം, കുറെ നാളുകൊണ്ട് അനുഭവിക്കണം. നമ്മൾ ഉറക്കത്തിൽ കിടന്നാലേ നമുക്ക് ഈ വാകഴി വരാൻ പറ്റുമോ? അതുപോലെ അത്ര പോലും ഗതി ഇവിടെ ആരോ ഭരിച്ചോട്ട് പോകും, ആരോ നയിക്കട്ട്. നമുക്ക് ആ പ്രശ്നമില്ല. നമ്മക്കൂടെ വെള്ളം വേണം. ഇവർ ഇലക്ഷൻ വരുമ്പോൾ ഇപ്പോൾ വോട്ടിന് വരും. മച്ചമ്പി ചേഴാറാന്ന് വിളിച്ചോണ്ട് എല്ലാവരും വോട്ടിന് വരും. ഒരു മനുഷ്യന് വോട്ട് ചെയ്യാൻ പാടില്ല. നിയമപരമായിട്ടാണ് ഞാൻ പറയുന്നത്. എന്തിനു വോട്ട് ചെയ്യണത്? ഇവർ ഒരു മനുഷ്യർ നമ്മുടെ കൂടെ വെള്ളമുണ്ടോ ഇല്ലേ? ഇവരാരും ഒന്നും തിരക്കുന്നില്ല. ഇത് ഇന്നല്ല, 10 കൊല്ലത്തിനപ്പുറമായി. ഇവിടെ ഇരുന്ന ആ അമ്പലത്തിൻ്റെ അവിടെ ഇരുന്ന ബാൽബ് നിഷ സ്കൂളിനെ കൊണ്ട് ഇപ്പുറത്ത് വെച്ചിട്ട് ആ വാൽവിന്ന് ആ ഫ്ലാറ്റുകൾക്ക് മൊത്തം പിടിച്ചു കൊടുക്കും. നമ്മളെന്താ മനുഷ്യരല്ലേ? നമുക്ക് രാവിലെ കഴിച്ചാൽ ബാത്റൂമിൽ പോകണം, വാ കഴുകണം. അതിന് ഒരു നിവർത്തിയില്ല. എൻ്റെ ബാത്റൂം നാറേ കിടക്കുകയാണ്. അത്ര വിഷമത്തല്ല നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഒരു പ്രതിസന്ധി, വിഷമം കൊണ്ടാണ് ഇവർ ഇത്രയധികം സംസാരിക്കുന്നത് പോലും അതുകൊണ്ട് മാത്രമാണ്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന കാര്യമല്ല, കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെ വെള്ളം ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പലരും ഇങ്ങനെ വീട്ടിലെ എല്ലാ പാത്രങ്ങളും പുറത്തു വെച്ച് കോർപ്പറേഷന്റെ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. കൃത്യമായി ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നുള്ളത് തന്നെയാണ് ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാരെല്ലാം തന്നെ ഒന്നായി നിൽക്കുന്നത്. പലതവണ പ്രതിഷേധം നടത്തിയിട്ടടക്കം ഒരു തീരുമാനവും ആയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വിഷയത്തിൽ ശാശ്വത പരിഹാരം വേണ്ടതുണ്ട്. അവിടെ പണി നടക്കുന്നതുകൊണ്ട് മാത്രമല്ല, എല്ലാ എങ്കിൽ പോലും വെള്ളം ലഭിക്കാത്തൊരു സ്ഥിതിയുണ്ട്. ഇതിനെല്ലാം തന്നെ ഒരു പരിഹാരം കാണണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം.